ബഹുമാനപ്പെട്ട സച്ചിമാഷനും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തോടു കൂടി തുടങ്ങിയ കാർണേ ബുക്സിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ബോബി ജോസ് അച്ഛൻ സൂചിപ്പിച്ച ലജ്ജ എന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കവിതയാണ് ഞാൻ വായിക്കാമെന്ന് വിചാരിക്കുന്നത്. ലജ്ജ. അഹമ്മദാബാദ്, ജൂൺ 6, 2002. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് തിരിച്ചു മുറിയിലെത്തി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഞാൻ എൻ്റെ ശരീരം വീണ്ടും വീണ്ടും തുറിച്ചു നോക്കുന്നു. ഹിന്ദു ആണെന്നതിൻ്റെ എന്തെങ്കിലും അടയാളങ്ങൾ ബാക്കിയുണ്ടോ? നെറ്റി, കണ്ണ്, കാത്, മൂക്ക്, മീശ, ചുണ്ട്, നെഞ്ച്, കൈ, കാൽ. ഉവ്വ് ശരീരം വിളിച്ചു പറയുന്നു. നിന്റെ പേര്, നിന്റെ മലയാളം, നിന്റെ ഓർമ്മയിലെ ദൈവങ്ങൾ, ഉരുവിട്ട പുരാണങ്ങൾ, ഉറച്ച വിശ്വാസങ്ങൾ, നിന്റെ നിയമം, നിന്റെ പൗരത്വം. നീയാണിത് ചെയ്തത്. ഓരോ കോശവും എന്നെ കുറ്റപ്പെടുത്തുന്നു. ലജ്ജയോടെ പറയൂ, ഞാൻ ഹിന്ദുവെന്ന്. ഞാൻ കൊലയാളി, കൊള്ളിവെപ്പുകാരൻ, ഞാൻ ബലാത്സംഗി, ഞാൻ പള്ളിയും കല്ലറയും തകർക്കുന്നവൻ, ഞാൻ നരഭോജി. മാപ്പ് നജ്മ, ലൈല, സഫിയ, സുബൈദ, മാപ്പ്. എനിക്ക് വേണ്ട മനുഷ്യനെ ഭസ്മമാക്കുന്ന അഗ്നിയെ, തടുക്കാനാകാത്ത വേദങ്ങൾ വേണ്ട, കൊല്ലാൻ പഠിപ്പിക്കുന്ന ഗീത വേണ്ട, പോർവിളി മുഴക്കുന്ന ശംഖ്, നിരായുധരുടെ തുടയെല്ലൊടിക്കുന്ന ഗദ, കുട്ടികളുടെ വിരലറുക്കുന്ന ചക്രം വേണ്ട, മൃതിചിഹ്നമായ പത്മം. ഇന്ന് ഞാൻ അറിഞ്ഞു, മരണത്തിൻ്റെ നിറം കറുപ്പല്ല, കാവിയാണെന്ന്. പറയരുതേ വാൽമീകിയെയും കബീറിനെയും പറ്റി. കത്തുന്ന ഉടലുകളുടെ ഓർമ്മകളുമായി അവർ അഭയാർത്ഥികൾക്കിടയിൽ കീറത്തുണികളിലിരുന്നു വിയർക്കുന്നു. പറയരുതേ മീരയെയും ലല്ലയെയും പറ്റി. പറിച്ചെടുക്കപ്പെടുന്ന ഉടുപ്പുകളും കടിച്ചു പറിക്കപ്പെടുന്ന ഉടലുകളുമായി അവർ തല കുനിച്ചു തേങ്ങുന്നു. സബർമതി ഇവിടെയല്ല, നർസി മേത്ത ഇവിടെ പിറന്നിട്ടുമില്ല. നമുക്ക് തിരിച്ചു പോകാം കാടുകളിലേക്ക്.